الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ ബേക്ക് ഭാഗത്താണ് തിരക്ക് കൂടുതലുള്ളത് എന്ന് തോന്നുന്നു.
മുന്നിലേക്ക് കയറിയിരിക്കാനുള്ള പ്രയാസം കൊണ്ടാണോ അറിയില്ല, മുന്നിൽ കുറെ സ്പേസ് ഉണ്ട്. പരമാവധി ആളുകളെ നമ്മുടെ ഈ താഴെ അകപ്പള്ളിയിൽ തന്നെ ഉൾക്കൊള്ളാനുള്ള സൗകര്യത്തിന് വേണ്ടി മുന്നിലെ സോഫയിൽ ഗ്യാപ്പുള്ളിടത്തും അങ്ങനെ ആകെ ഇടുങ്ങി പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ മുന്നിൽ ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് കയറിയിരിക്കാൻ നേരത്തെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുറകിൽ ആള് നിങ്ങൾ വന്നിട്ട് സ്ഥലം ഉണ്ടോ നോക്കിയിട്ട് അവസാനത്തെ സഫുകൾ വളരെ ടൈറ്റ് ആയതുകൊണ്ട് മുകളിലേക്ക് കയറി പോകേണ്ടെന്ന് നിർബന്ധിതാവസ്ഥ തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവന്റെ മാർഗദർശനങ്ങൾ പകർന്നു തരികയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വ്യത്യസ്ത രീതികളും ശൈലികളുമുണ്ട് എന്ന കാര്യം ഖുർആൻ പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അവതരണ രീതിയും അതിൽ കാര്യങ്ങൾ പറയുന്നതിന്റെ ശൈലികളും അത് സംബന്ധമായ കാര്യങ്ങളുമൊക്കെ കൂടുതൽ സൂക്ഷ്മമായ പഠന നിരീക്ഷണങ്ങൾക്ക് വിധേയമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആനിക വിജ്ഞാനീയങ്ങളിൽ ഉലൂമുൽ ഖുർആൻ എന്ന പേരിലുള്ള വിജ്ഞാന ശാഖ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ ഖുർആനിന്റെ വ്യത്യസ്തമായ ശൈലികളെക്കുറിച്ച് രീതികളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അറിയാത്ത പരിചയമില്ലാത്ത കാര്യങ്ങളെ നമുക്ക് കൂടുതൽ കൃത്യതയിൽ അവതരിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഉദാഹരണങ്ങളും മാതൃകകളുമൊക്കെ സംസാരങ്ങളിൽ കടന്നു വരിക. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ സ്വഭാവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അക്കൂട്ടത്തിലെ ഖുർആനിലെ തന്നെ ഏറ്റവും വളരെ സവിശേഷമായ ഉദാഹരണങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ആ ഉദാഹരണങ്ങളുടെ ഒരു ഭാഗം എന്ന് പറയാവുന്ന വിശുദ്ധ ഖുർആനിലെ സ്ഥലമാണ് സൂറത്തുൽ തഹ്രീമിന്റെ അവസാന ഭാഗം. ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ 4 സ്ത്രീകളെ ഉദാഹരണമായി അവതരിപ്പിച്ചിരിക്കുന്നു. 2 സ്ത്രീകളെ സത്യനിഷേധികളുടെ ഉദാഹരണമായും 2 സ്ത്രീകളെ സത്യവിശ്വാസികളുടെ ഉദാഹരണമായിട്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥലത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ضربallahu مثلا للذين كفروا امرأة نوح وامرأة لوط. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമയുടെ പത്നിയെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ പത്നിയെയും അവതരിപ്പിച്ചിരിക്കുന്നു. കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും നമ്മുടെ വളരെ സുഹൃതവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട 2 അടിമകളുടെ കീഴിൽ അവരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ഫഖാനതാഹുമ. പക്ഷെ അങ്ങനെയായിരുന്നിട്ടും ആ 2 സ്ത്രീകൾ ആ 2 പ്രവാചകന്മാരെയും വഞ്ചിച്ചു കളഞ്ഞു. ഫഖാനതാഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ.
ആ വഞ്ചന അവർ ചെയ്തതിന് ശേഷം പിന്നീട് ആ ശ്രേഷ്ഠരായ പ്രവാചകന്മാരുമായുള്ള ബന്ധം അവർക്കൊരു നിലക്കും ഉപകാരപ്പെട്ടില്ല, ഒരു ഫലവും അതുകൊണ്ടുണ്ടായി. മറിച്ച് വഖീല ദുഖുലൻ നാറ മഅദ് ദാഖിലീൻ, നാശത്തിന് ശേഷം അവരോട് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂടെ നരകത്തിൽ തന്നെ പ്രവേശിച്ചുകൊള്ളുക എന്ന് നിർദ്ദേശിക്കപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ത്രീകളെ വിശ്വാസികൾക്കുള്ള ഉദാഹരണമായി അവതരിപ്പിച്ചു. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, വിശ്വാസികൾക്ക് ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒന്നാമത്തെയാൾ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിൻത് മുസാഹിമ. നേരത്തെ രണ്ട് പ്രവാചകന്മാരുടെ സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അള്ളാഹു അവതരിപ്പിച്ച രണ്ട് സ്ത്രീകളെ അവർ വഞ്ചന ചെയ്തു എന്നത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഉദാഹരണം അവതരിപ്പിക്കുമ്പോൾ ഒന്നാമതായി പറഞ്ഞ ഫിർഔനിന്റെ പത്നിയെ കുറിച്ച് ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, ദീർഘമായ അവരുടെ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ചരിത്രത്തിന് ശേഷം എവിടെയാണ് അവർ ഉണ്ടായിരുന്നത്, ഏത് സാഹചര്യത്തിലാണ് അവർ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്തിരുന്നത് എന്ന കാര്യം ഇംറഅത്തു ഫിർഔൻ എന്ന അവരുടെ വിശേഷണത്തിൽ നിന്ന് തന്നെ വളരെ കൃത്യതയുള്ള കാര്യമാണ്. അവർ ഫിർഔനിന്റെ, സാക്ഷാൽ ഫറോവയുടെ, മൂസാ നബി അലൈഹിസ്സലാമിയുടെ കാലത്ത് അധികാരം വാണിരുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും ഏകാധിപതിയും എന്നതിനപ്പുറം ലോകത്തെ ഏകനായ അള്ളാഹുവിനെതിരെ രംഗപ്രവേശം ചെയ്ത, അവകാശവാദങ്ങളുമായി രംഗപ്രവേശം ചെയ്ത, ലോകം കണ്ട ഏറ്റവും വലിയ ത്വാഗൂത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുടെ പത്നിയായിട്ടാണ് അവർക്ക് ജീവിക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഇരുന്നിട്ടും അവരുടെ ചരിത്രം റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എന്റെ നാഥ, അങ്ങനെ വലിയ ആൾക്കൂട്ടങ്ങൾ, പരിവാരങ്ങൾ എല്ലാം ചുറ്റുഭാഗത്തുണ്ടാകുമ്പോഴും ഒരു വിശ്വാസപരമായ ജീവിതത്തിന് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ആണ് ചുറ്റുപാടും ഒട്ടാകെയുള്ളതെങ്കിൽ കൂടി അതിന് നടുവിൽ നിന്ന് അവർക്ക് വളരെ സ്വകാര്യമായി, വളരെ ആത്മവിശ്വാസത്തോടുകൂടി, വളരെ ധൈര്യത്തോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടി തന്റെ നാഥനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് അവരുടെ വിശ്വാസത്തിന്റെ ഗരിമ. ആ വിശ്വാസത്തെ മുൻനിർത്തി, നാഥനുമായുള്ള ആ അടുത്ത ബന്ധത്തെ മുൻനിർത്തി അവർ അല്ലാഹുവോട് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എന്റെ നാഥ, നീ എനിക്ക് വേണ്ടി നിന്റെ ചാരത്ത് സ്വർഗത്തിലൊരു വീട് പണിയണം എന്ന് പ്രാർത്ഥിക്കുമാറുള്ള ബന്ധം അവർ ആ വലിയ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഉണ്ടാക്കിയെടുത്തു എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അതുവഴി മരണത്തോടുകൂടി സ്വാഭാവികമായി അവസാനിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വേണ്ടിയാണ്, ആ ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്റെ ചാരത്തൊരിടം, ഒരു ഭവനം അത് ചോദിക്കുന്നത്. അതുവഴിയെങ്കിലും ഈ കിരാതനായ ഫിർഔനിൽ നിന്നും അയാളെപ്പോലെ ഭൂമിയിൽ ഫസാദുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകലരിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്നതാണ് അവർ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയ ബിൻത് മുസാഹിമിന്റെ സവിശേഷതയായി വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അവർക്കതല്ലാതെ
അവരുടെ കാലഘട്ടത്തെ ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനത്തെ പറ്റി വേറെ സൂചനകളുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചു വീഴുന്ന വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയെ ജീവനോടെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ പെട്ടിയിലാക്കി കടലിൽ നദിയിൽ ഒഴുക്കിവിട്ടപ്പോൾ ആ നദിയിലൂടെ ആ പെട്ടി ഒഴുകിയെത്തി ഫിർഔനിന്റെ സേവകർ, പരിചാരകർ, അവരാണ് അതിനെ നദിയിൽ നിന്ന് പെറുക്കിയെടുത്തത്. പെട്ടി തുറന്നു നോക്കിയപ്പോൾ പെട്ടിക്കകത്ത് ഒരു കുട്ടിയാണുള്ളത്. കൊന്നുകളയേണ്ടതാണ്. ഐഡന്റിറ്റി തെളിയിച്ചതിന് ശേഷം കിബിത്തിയല്ല, കോപ്റ്റിക് വംശജനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ബനൂ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ടവനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വകവരുത്തപ്പെടേണ്ടവനാണ്. അങ്ങനെ കൊല്ലാൻ ഉത്തരവിറങ്ങുമായിരുന്ന ഒരു സന്ദർഭത്തിൽ വേണ്ട, അവൻ നമുക്ക് കൺകുളിർമയായി മാറിയേക്കാം, അവനെ നമുക്ക് എടുത്തു വളർത്താം, അവൻ ഭാവിയിൽ നമുക്ക് ഉപകരിച്ചേക്കും എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ അള്ളാഹുവിന്റെ ഖദർ പ്രകാരം റോളുണ്ടായിരുന്ന, പങ്കുവഹിച്ച ഒരാൾ എന്നുള്ള നിലക്കും വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് സൂചനയുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഉദാഹരണമായി അവർ അവതരിപ്പിക്കുമ്പോൾ അവർ ഫിർഔനിന്റെ പത്നിയായിരുന്നുവെന്നും അവർ നടത്തിയ ഒരു പ്രാർത്ഥനയെക്കുറിച്ചും മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അതിനുശേഷം മറിയം ഇബ്നത ഇമ്രാൻ അല്ലത്തി അഹ്സനത് ഫർജഹ, രണ്ടാമത്തെയാൾ വിശ്വാസികളുടെ ഉദാഹരണമായി അല്ലാഹു അവതരിപ്പിക്കുന്നയാൾ മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം. അവർ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമക്ക് ജന്മം നൽകിയിട്ടുള്ള ഈസാ നബിയുടെ മാതാവാണ്. അവരുടെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലത്തി അഹ്സനത് ഫർജഹ, അവരുടെ ചാരിത്രശുദ്ധിയാണ്. തന്റെ ഗുഹ്യഭാഗത്തെ മലിനപ്പെടുത്താതെ സൂക്ഷിച്ചവൾ, ശുദ്ധിയായി സൂക്ഷിച്ചവർ എന്ന വിശേഷണമാണ്. ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, അതിന്റെ ഫലമായി സാധാരണ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന രൂപത്തിലല്ലാതെ നേർക്കുനേരെ മനുഷ്യനിൽ മണ്ണ് കഴിഞ്ഞാൽ പിന്നീടുള്ള രണ്ടാമത്തെ മനുഷ്യനിലെ ഘടകം എന്ന് പറയുന്നത് സാക്ഷാൽ അള്ളാഹുവിന്റെ റൂഹാകുന്നു. ആ റൂഹ് നേർക്കുനേരെ ഊതപ്പെട്ട് ഒരു ഭർത്താവിന്റെ, ഒരു പുരുഷന്റെ സാമീപ്യമില്ലാതെ, ഒരു പുരുഷനുമായുള്ള ലൈംഗിക ബന്ധമില്ലാതെ ഗർഭം ധരിക്കാൻ മാത്രം ചാരിത്രശുദ്ധി തെളിയിച്ചവൾ എന്ന വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ളത്. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ, അല്ലാഹുവിന്റെ കൽപ്പനകളൊക്കെയും അവർ പാലിക്കുകയും സത്യമായി അംഗീകരിക്കുകയും ചെയ്തു. അവർ അങ്ങേയറ്റം അല്ലാഹുവിന് വിധേയപ്പെട്ട ഒരു വനിതയായിരുന്നു എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഈ ഉദാഹരണങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ ഒന്ന് നോക്കിയാൽ ഇത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിശ്വാസത്തിന്റെ ഗരിമയും അതിന്റെ മാഹാത്മ്യവും തെളിയുന്നത് എപ്പോഴാണ് എന്നതിനുള്ള ഉദാഹരണമാണ്. ഇതിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ ഉദാഹരണവും സത്യവിശ്വാസികളുടെ ഉദാഹരണവുമാണ് അവതരിപ്പിക്കുന്നത്. സത്യനിഷേധികളായ രണ്ടാളുകളുടെ ഉദാഹരണത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ടും ഈമാൻ കൈക്കൊള്ളാനും അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും ബാധ്യതകളും തിരിച്ചറിയാനും അതറിഞ്ഞ് അള്ളാഹുവിന്റെ സന്മാർഗത്തിൽ ജീവിക്കാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നിട്ടും അതിന് നടുവിൽ ദുഷ്ടത പുലർത്തിയവർ എന്നതാണ് ആ രണ്ട് സ്ത്രീകളുടെ പ്രത്യേകത.
അവർ അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും സച്ചരിതരായ രണ്ട് പ്രവാചകന്മാരുടെ കൂടെ ജീവിക്കാനുള്ള അവസരം കൈവന്നിട്ടും അഥവാ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും അവർ വഞ്ചന കാണിച്ചു കളഞ്ഞു. എന്തിനോടാണ് വഞ്ചന കാണിച്ചത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി അവർ സ്വന്തത്തോട് തന്നെയാണ് വഞ്ചന കാണിച്ചത്. രണ്ടാമതായി അള്ളാഹുവിനോടാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടാണ്. ഈ രണ്ട് സ്ത്രീകളെ കുറിച്ചും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് പോലെ എന്തോ ചാരിത്ര വിശുദ്ധിക്ക് വിരുദ്ധമായ എന്തോ വേണ്ടാത്തരങ്ങൾ ചെയ്തവരായതുകൊണ്ടാണ് അവർ സ്ത്രീകൾ എന്നുള്ള നിലക്ക് അപലപിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടത് എന്ന ധാരണയാണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ ഒരു സോഷ്യൽ കൾച്ചറിൽ, നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ സ്ത്രീകൾ എപ്പോഴും ആക്ഷേപിക്കപ്പെടുക അവരുടെ ലൈംഗികമായ ചാരിത്ര വിശുദ്ധിയിൽ അല്ലെങ്കിൽ സദാചാര വിശുദ്ധിയിൽ അവരേൽപ്പിക്കുന്ന കളങ്കം കൊണ്ടാണ് എന്നതാണ് നമ്മുടെ പൊതുവായ ധാരണ. അതുകൊണ്ട് ഒരു സ്ത്രീ എവിടെ പെരുമാറുന്നതിനെയും അങ്ങനെ സദാചാര പോലീസിംഗിന്റെ ക്യാമറ കണ്ണുകളുമായിട്ടാണ് എപ്പോഴും നമ്മൾ നോക്കിക്കാണാറുള്ളത് എന്നത് നമ്മുടെ സാമൂഹ്യാവസ്ഥയുടെ ഒരു സവിശേഷതയാണ്. വിശുദ്ധ ഖുർആൻ ആ അർത്ഥത്തിലല്ല. പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടവർ എന്നുള്ള നിലക്കല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ലൂത്ത് നബി അലൈഹി സ്വലാമിയുടെ പത്നിയുടെ പോലും പ്രശ്നം അവർ അക്കാലത്ത് നിലനിന്നിരുന്ന സ്വവർഗ ലൈംഗികതയുടെ കൃത്യത്തിൽ ഏർപ്പെട്ടവർ എന്നായിരുന്നില്ല എന്നാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരുടെ പ്രശ്നം അതായിരുന്നില്ല. അക്കാലത്ത് വളരെ വ്യാപകമായി സ്വവർഗരതി നടമാടിയിരുന്ന കാലമാണ്. പക്ഷേ ലൂത്ത് നബിയുടെ പത്നിയുടെ പ്രശ്നം അതായിരുന്നില്ല. അവർ സമൂഹത്തിന്റെ കൂടെ നിന്ന് സമൂഹത്തിന്റെ അനുഭാവം അവരുടെ തൃപ്തിയും പിടിച്ചു വെക്കുന്നതിന് വേണ്ടി അപ്പോൾ അവർക്ക് രഹസ്യ വിവരങ്ങൾ പ്രവാചകന്റെ വീട്ടിൽ നിന്ന് കൈമാറിയിരുന്നു എന്നതാണ് അവരുടെ വഞ്ചനയുടെ കുറ്റമായി യഥാർത്ഥത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്രത്തിലുള്ളത് അങ്ങനെയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിയുടെ പത്നിയുടെ പ്രശ്നവും അത് തന്നെയായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ടും സത്യവിശ്വാസത്തെ കൈവെടിയുകയും സ്വന്തം മനസ്സാക്ഷിയോടും സ്വന്തം സ്രഷ്ടാവിനോടും ഒക്കെയും വഞ്ചന കാണിക്കുകയും ചെയ്തു എന്നതാണ് അവരുടെ അപരാധം. മറുഭാഗത്ത് വിശ്വാസികൾക്ക് ഉദാഹരണമായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള രണ്ട് മഹദികളുടെ സവിശേഷത എന്ന് പറയുന്നത് ജീവിതത്തിൽ തീർത്തും പ്രതികൂലമായ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നിട്ടും വിശ്വാസത്തെ കണ്ടെത്തുവാനും അള്ളാഹുവിന്റെ സന്മാർഗത്തെ കണ്ടെത്തുവാനും അതിനെ വലിയ വില കൊടുത്ത് മുറുകെ പിടിക്കാനും പതറാതെ ചഞ്ചലപ്പെടാതെ അതിനെ മുറുകെ പിടിക്കാനും ഉള്ള ധൈര്യമുണ്ടായി, അതിനുള്ള സ്ഥൈര്യമുണ്ടായി എന്നതാണ് ആ രണ്ട് മഹദികളുടെ സവിശേഷത എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നതനുസരിച്ച് മനുഷ്യർ എന്ന് പറയുന്നത് മൂന്ന് തരക്കാരുണ്ടാകും. വിശ്വാസികളുണ്ടാകും, അവിശ്വാസികളുണ്ടാകും. അതിന് നടുവിൽ വളരെ അപകടകാരികളായ മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് കപടന്മാരാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി ആ കൂട്ടരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുനാഫിഖുകൾ, കപടന്മാർ എന്ന് പറയുന്നത് ഈ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഇടയിലുണ്ടാകുന്ന ഒരു നിലപാടാണ്. അനുകൂല സാഹചര്യങ്ങളിലും സത്യത്തെ മറച്ചുപിടിക്കുക, സത്യത്തെ അവഗണിക്കുക, സത്യത്തെ തള്ളിക്കളയുക എന്നതാണ് കുഫ്റിന്റെ സ്വഭാവമെങ്കിൽ, മറുഭാഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് നടുവിലും വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ പ്രകൃതമെങ്കിൽ, അതിന് നടുവിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങളിൽ വിശ്വാസത്തോടൊപ്പം നിൽക്കുകയും പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ കുഫ്റിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കാപട്യമാണ് മുനാഫിഖുകൾക്കുണ്ടാവുക എന്നതാണ്. അള്ളാഹു ഇങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന ആലോചന വളരെ സവിശേഷമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യനിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കിടയിൽ, നിരീശ്വരത്വങ്ങളും നിർമ്മതവാദങ്ങളും നമുക്കിടയിൽ ക്ലച്ച് പിടിക്കുന്നുണ്ട്.
നമ്മുടെ കൂട്ടത്തിൽ പലരും വളരെ ധൈര്യസമേതം മതത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാളധികം ഒരുപക്ഷെ നമ്മൾ കാണിക്കുന്ന കാപട്യമായിരിക്കും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ കാലത്തെ ഏറ്റവും വലിയ അപകടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മെ ഒന്ന് ആത്മവിചാരണ നടത്തേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രം ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെ നമുക്ക് പ്രധാനമാവുകയും നമ്മുടേത് മാത്രമായ ഒരു സമൂഹത്തിൽ വളരെ സുരക്ഷിതമായി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഈമാൻ നമുക്ക് പ്രധാനമാവുകയും പ്രിയങ്കരമാവുകയും അതല്ലാത്തിടങ്ങളിലേക്ക് ചെല്ലുമ്പോഴൊക്കെയും നമുക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചും നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചുമൊക്കെ അതല്ലാത്ത ഒരനുഭവവും ഒരു ഫീലിംഗുമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് കാപട്യത്തിന്റെ അടയാളമാണ്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും മടക്കം റബ്ബിലേക്കാണ് എന്ന് വിചാരിച്ച് മൂല്യങ്ങളിലും നന്മകളിലും വിട്ടുവീഴ്ചയില്ല എന്ന് തീർച്ചപ്പെടുത്തിയും ജീവിക്കാനാവുകയും ദുനിയാവിൽ എത്ര വലിയ ത്വാഗൂത്തിന് മുമ്പിൽ ജീവിതം ഹോമിക്കേണ്ടി വന്നാലും അള്ളാഹുവിന്റെ അടുത്ത് ഈ ജീവിതത്തിന് ശേഷം അള്ളാഹുവിന്റെ ചാരത്തേക്ക് എത്താനുള്ള കടുത്ത അഭിലാഷമാണ് വിശ്വാസികളെ നയിക്കേണ്ടത് എന്ന പാഠം യഥാർത്ഥത്തിൽ ആസിയ ബിൻത് മുസാഹിബിന്റെ ഫിർഔനിന്റെ പത്നിയുടെ ചരിത്രത്തിലൂടെ ഉദാഹരണത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവുക, ചുറ്റുഭാഗത്തുള്ളവരൊക്കെയും വലിയ ഒരു സ്വേച്ഛാധിപത്യക്ക് കീഴിൽ നമ്മെ പേരാൻ അനുവദിക്കാത്ത വലിയ അക്രമികളുടെ നടുവിലാണ് ജീവിക്കുന്നത് എങ്കിലും അള്ളാഹുവിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരു ഭവനം പ്രതീക്ഷിക്കുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഈമാനികമായ കരുത്ത് കാത്തുസൂക്ഷിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം എന്ന പാഠമാണ് ഏറ്റവും പ്രധാനമായി ഈ ആയത്തുകൾ നൽകുന്നത്. അതിന് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന ആലോചന നമ്മൾ നടത്തൽ വളരെ അനിവാര്യമാണ്. സാഹചര്യങ്ങൾ മാറിയും മറിഞ്ഞുമാണുള്ളത്. ചിലപ്പോഴൊക്കെയും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ആ അനുകൂലമായ സാഹചര്യങ്ങളിൽ പുലർത്തുന്ന ദീനീനിഷ്ഠയും നമുക്ക് ദീനിൽ തോന്നുന്ന അഭിമാനബോധവും മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ടാണോ നമ്മൾ നമുക്ക് ശേഷമുള്ള ഒരു യഥാർത്ഥ ഈ ദുനിയാവിന് ശേഷമുള്ള ഒരു യഥാർത്ഥ ജീവിതത്തിൽ സ്വർഗം പ്രതീക്ഷിക്കുന്നത്? അതല്ല, വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ സ്ഥൈര്യത്തോടെ ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കാനായതിനു ശേഷം ദീനീനിഷ്ഠ പുലർത്താൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അല്ലാഹുവോടുള്ള എന്റെ കരാർ എന്നെ കൊണ്ടാവും വിധം പൂർത്തീകരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവോട് സ്വർഗം ചോദിക്കാനുള്ള ഒരവസരം, ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. സമൂഹം എങ്ങനെയാണ് എന്നത് നിങ്ങളെ കൺസേൺ ചെയ്യേണ്ടുന്ന കാര്യമല്ല എന്നതാണ് ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും ചരിത്രം പഠിപ്പിക്കുന്നത്. കാരണം അവർ ഒട്ടും അനുകൂലമായ സാഹചര്യങ്ങളിലല്ല ജീവിച്ചത്. ചുറ്റുപാടും എങ്ങനെയാണ് എന്നത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാകേണ്ടതില്ല. ചുറ്റുഭാഗം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈമാനിൽ അടിയുറച്ചു നിൽക്കാനുള്ള, അള്ളാഹുവുമായുള്ള ബന്ധത്തെയും സാമീപ്യത്തെയും കാത്തുസൂക്ഷിക്കാനുള്ള, ദീനിഷ്ഠ പുലർത്താനുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കാനുള്ള, സമയം വ്യയം ചെയ്യാനുള്ള, സമ്പത്ത് വ്യയം ചെയ്യാനുള്ള സന്നദ്ധതയാണ് ഏറ്റവും പ്രധാനം എന്നതാണ് വിശ്വാസികളുടെ ഉദാഹരണത്തിന് ചരിത്രത്തിലെ വളരെ മഹതികളായ രണ്ട് സ്ത്രീകൾ അവതരിപ്പിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ, ഈ മാതൃകകൾ നമുക്കെല്ലാം മാതൃകകളാണ്, എല്ലാവർക്കും മാതൃകയാണ്. ഒരാൾക്കും ഇതിൽ വിട്ടുവീഴ്ചയുടെ അല്ലെങ്കിൽ മുടന്തൻ ന്യായത്തിന്റെ സ്പേസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ത്രീകളെ വിശ്വാസികൾക്ക് ഉദാഹരണമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരൊക്കെയും പുരുഷന്മാരാണെന്നിരിക്കെ ആ പ്രവാചകന്മാരായ പുരുഷന്മാരുടെ കൂടെയും അല്ലാതെയും
വളരെ സുദീർഘമായ ഇസ്ലാമിക പാരമ്പര്യത്തിൽ മഹത്തായ സേവനങ്ങൾ, ആവേശകരമായ പോരാട്ടങ്ങൾ നടത്തിയ പുരുഷ കേസരികൾ ധാരാളമുണ്ട് എന്നിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഉദാഹരണം പറയുമ്പോൾ രണ്ട് സ്ത്രീകളെ, രണ്ട് വനിതകളെ എടുത്തു പറയുന്നതിൽ ഒരാൾക്കും ഒരൊഴിവൊഴിവും പറയാൻ പറ്റാത്ത വിധമാണ് വിശ്വാസത്തിന്റെ പൊസിഷൻ ഉള്ളത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് അനുകൂലമായ സാഹചര്യങ്ങളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ മുറുകെ പിടിക്കുവാൻ, ദീനിനെ മുറുകെ പിടിക്കുവാൻ, ഈമാൻ കെടാതെ സൂക്ഷിക്കുവാൻ, ദീനീ നിഷ്ഠക്ക് ഒരു മുടക്കവും വരാതെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാവണം. അങ്ങനെയുള്ള ഒരു ജീവിതം ഇക്കാലത്ത് വളരെ പ്രധാനമാണ്. നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലക്കാൻ മാത്രമല്ല, ഇസ്ലാമിക സമൂഹം ഒരു സമുദായം എന്നുള്ള നിലക്ക് കൂടി ജീവിതത്തിൽ സത്യസാക്ഷ്യത്തിന്റെ ഒരു കർമ്മപരമായ പ്രതിനിധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുവാൻ, അതിന്റെ കരുത്തിൽ ഈമാനോടുകൂടി അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് വിജയം കൈവരിക്കുവാൻ നമുക്ക് തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم ارحم آباءنا وأمهاتنا رب ارحمهم كما ربونا صغارا. اللهم ارحم آباءنا وأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين وأذل النفاق والمنافقين وأذل الظلم والظالمين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المستضعفين المظلومين في فلسطين. اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.